പുതിയൊരു വീഡിയോയിലേക്ക് എവരും സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അഖിൽ. കഴിഞ്ഞ ദിവസം നടന്ന ലബോറട്ടറി അറ്റൻഡർ ഓക്കെ, അതിൻ്റെ 10 ക്വസ്റ്റ്യൻ മാത്സ് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നല്ല ക്വസ്റ്റ്യൻസുകളൊക്കെയാണ്, ചിലതിനൊന്നും ഉത്തരവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. നല്ല ക്വസ്റ്റ്യൻസാണ്, നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഫുള്ള് ക്വസ്റ്റ്യൻസും കാണുക. ഓക്കെ, അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്: 2n മൈനസ് 2n-2 എന്നത് 96 ആയാൽ എന്നിൻ്റെ വില എന്ത് എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ സംഭവം 96 ആയാൽ എന്നിൻ്റെ വാല്യൂ എന്ത്? ഇത് നമുക്ക് നോർമൽ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഉപയോഗിച്ച് കണ്ടെത്താവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഏറ്റവും നല്ല വഴി ഇതിനകത്ത് ഓപ്ഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മേലോട്ടും താഴോട്ടും ഓപ്ഷനാണ്, സാരമില്ല, തൽക്കാലം വായിച്ചോളേ. ഓപ്ഷൻ എ 8 ആണ്, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി ഇവ ഒന്നും അല്ല. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഏതാണ് നമ്മുടെ ഉത്തരം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് 8 നമുക്ക് ഈ എന്നിൻ്റെ സ്ഥലത്തോട്ട് ഇട്ട് കൊടുത്ത് 96 കിട്ടുമെന്ന് നോക്കാം. അത് കിട്ടിയില്ലെങ്കിൽ 9 ഇട്ട് കൊടുക്കാം, 6 ഇട്ട് കൊടുക്കാം, അങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുത്ത് നോക്കാം കേട്ടോ. അതാണ് ഒരു വഴി. അല്ലാതെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങളിത് ചെയ്യേണ്ടത് ഏറ്റവും നല്ല വഴി ഞാൻ ആദ്യം ഒന്ന് കാണിച്ചു തരാം. 2n മൈനസ് 2n-2 ആണ്. ഞാൻ ഇതിനകത്തോട്ട് ആദ്യം 8 എന്ന് ഉപയോഗിക്കാൻ പോവുകയാണ്. അപ്പോൾ 2n-ൻ്റെ സ്ഥാനത്ത് 8 മൈനസ് 2n-2 എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? 2n-ൻ്റെ സ്ഥാനത്ത് ഞാൻ ഫസ്റ്റ് ഓപ്ഷനാണ് ഇട്ടത്. 8 - 2, 8 - 2 എന്ന് പറഞ്ഞാൽ 6. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാമോ 2/8 ആണ്? 8 എത്രയാണ്? അറിയത്തില്ലെങ്കിൽ ഒറ്റ കാര്യം ഒന്ന് പഠിച്ചോ. 2/10 ഇതൊന്ന് പഠിച്ചു വച്ചേക്കുന്നത് നല്ലതാണ് കേട്ടോ. 1024 ആണ്. 1024. ഈ 1024 നിങ്ങൾ കണ്ടു കാണുമല്ലോ. 1 GB എന്ന് പറഞ്ഞാൽ 1024 MB അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ 2/10 എന്ന് പറഞ്ഞാൽ 1024. 2/9 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 1 2 പോയതാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി എടുക്കണം കേട്ടോ. 1024ൻ്റെ പകുതി, 1000ൻ്റെ പകുതി 500, 24ൻ്റെ പകുതി 12, 512. 2/8 എന്ന് പറഞ്ഞാൽ ഈ 512ൻ്റെ പകുതിയാണ്. 500ൻ്റെ പകുതി 25, 250, 12ൻ്റെ 6, അപ്പോൾ 256 അല്ലേ. 2/7 എന്ന് പറഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ പകുതിയാണ്. 256ൻ്റെ പകുതി, 200ൻ്റെ 100, 56ൻ്റെ 28, 128. 2/6 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതിയാണ് 64. 2/5 എന്ന് പറഞ്ഞാൽ 64ൻ്റെ പകുതി 32. അങ്ങനെ താഴോട്ട് 2/1 വരെ നിങ്ങൾക്ക് എഴുതാം. ഞാൻ ഇതൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ, ചുമ്മാ മനസ്സ് വെച്ചേക്കുന്നത് നന്നായിരിക്കും. അപ്പം 2/8 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 256 ആണ്. മൈനസ് 2/6 എന്ന് പറഞ്ഞാൽ 64 ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 256 നിന്ന് 64 പോയാൽ ഈ 96 കിട്ടുമോ? 96 കിട്ടണം, എന്നാലേ ഉത്തരവാദിത്തമുള്ളൂ. 256 നിന്ന് 100 കൂടുതൽ പോയാലല്ലേ, 100 കൂടുതൽ പോയാലല്ലേ എന്തായാലും ഇതിനകത്തോട്ടെങ്കിലും എത്താൻ പറ്റത്തുള്ളൂ. 256 എന്ന് കുറച്ച് ചോദിക്കുക വേണമെങ്കിൽ 6 നിന്ന് 4 പോയാൽ 2, 5 നിന്ന് 6 പോകത്തില്ല, 15 നിന്ന് 6 പോയാൽ 9, 1, 192 കിട്ടുന്നത്. ഒരിക്കലും കിട്ടത്തില്ല. എന്ന് വെച്ചാൽ ഓപ്ഷൻ എ അല്ല. ക്ലിയർ അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് 9 ഒന്ന് ഇട്ട് നോക്കാം. 2/n-ൻ്റെ സ്ഥാനത്ത് 9 മൈനസ് 2/n-2, എന്നിൻ്റെ സ്ഥാനത്ത് 9. അപ്പോൾ 9 - 2, 9 നിന്ന് 2 പോയാൽ എത്ര? 7. 2/9 എത്ര? 512 മൈനസ് 2/7 എത്ര? 128. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. 500-ന് അതൊന്ന് 128 പോയാൽ 512 128 പോയാൽ 96 കിട്ടുമോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. പിന്നെ അടുത്തത് സി 6 ഇട്ട് നമുക്ക് ചുമ്മാ നോക്കാം. 2/6 മൈനസ് 2/2n-ൻ്റെ സ്ഥാനത്ത് 6 ഇടുക നമ്മൾ. ക്ലിയർ ആണല്ലോ? ഈ സ്ഥലത്തോട്ട് 6 ഇട്ട് നോക്കുക, 96 കിട്ടുമോ എന്നുള്ളത് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ 2/n-ൻ്റെ സ്ഥാനത്ത് 6 മൈനസ് 2/6 കൂടെ ഇട്ട് കൊടുത്താൽ 6 - 2 എത്ര? 4. 2/6 6 എത്ര? 64. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 64 നിന്ന് ഏത് സംഖ്യ കുറച്ചാലും 96-ലെത്താൻ പോകുന്നില്ലേ? അപ്പോൾ അതുമല്ല. അപ്പോൾ നമുക്ക് എ അല്ല, ബി അല്ല, സി അല്ല, എന്ന് വെച്ചാൽ ഓപ്ഷൻ ഡി ഇവ ഒന്നും അല്ല എന്നുള്ളത് കറുപ്പിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? ഇതാ ഇതിൻ്റെ കഥ. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. നമുക്ക് ആ എൻ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാലോ? ചുമ്മാ ഒന്ന് എന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ നിന്നോ, എന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് ചുമ്മാ ഒന്ന് നോക്കാം. ഓക്കെ, അത് കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടേ ഒരു ചെറിയൊരു കഥ പറഞ്ഞോട്ടെ. 2/10 മൈനസ് 2/8
ഇവിടെ 2 10 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇവിടെ 2 8 ടൈംസ്. ഇതിനകത്ത് നിന്ന് രണ്ടിനകത്ത് നിന്ന് നിങ്ങൾക്ക് 2/8 കഴിഞ്ഞ് പുറത്തെടുത്തൂടെ? 2/8 പുറത്തെടുക്കാം. 2/8. അപ്പോൾ 2/10 നിന്ന് 2/8 പോയാൽ എത്ര വരും? ഈ 10നെ അപേക്ഷിച്ച് 2 കുറഞ്ഞ് നിൽക്കുക ഈ 8. അതാണ് നമ്മൾ ഇറങ്ങിപ്പോയത്, എടുത്തു പോയത്. ഇതിനെ അപേക്ഷിച്ച് 2 കുറഞ്ഞ സംഖ്യ നമ്മൾ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ 2 എണ്ണം അവിടെ കാണത്തില്ലേ? 10 എണ്ണത്തിൽ നിന്ന് 8 എണ്ണം പോയാൽ 2 എണ്ണം അവിടെ കാണത്തില്ലേ? ഓക്കെ. മൈനസ് 2/8 നിന്ന് 2/8 കോമ എടുത്താൽ 1 വരും. ക്ലിയർ അല്ലേ? നോക്കിക്കോ ഒരു എക്സാമ്പിളൂടെ. 2/8 മൈനസ് 2/6. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇതിനകത്ത് രണ്ടിനകത്ത് നമുക്ക് 2/6 പുറത്തെടുക്കാം. അങ്ങനെ 2/6 രണ്ടിടത്തും ഉണ്ട്, കോമൺ ആയിട്ടുണ്ട്. 2/8 നിന്ന് 2/6 പോയ ബാക്കി എത്ര ഉണ്ട്? ഇതിനെ അപേക്ഷിച്ച് 2 കുറഞ്ഞിരിക്കുക ഇത്. അപ്പോൾ അതാണ് നമ്മൾ കോമ എടുത്തേക്കുന്നത്. 2 എണ്ണം കുറഞ്ഞതാണ് കോമ എടുത്തേക്കുന്നത്. അപ്പോൾ 2 എണ്ണം അവശേഷിക്കത്തില്ലേ? ഓക്കെ. 8 എണ്ണത്തിൽ നിന്ന് 6 എണ്ണം പോയാൽ 2 എണ്ണം അവശേഷിക്കത്തില്ലേ? മൈനസ്. പക്ഷേ ഇത് തന്നെ നമ്മൾ കോമ എടുത്തേക്കുന്നത്. അത് തന്നെ കോമ എടുത്താൽ അകത്തെപ്പോഴും 1 വരും. ഓക്കെ. കണ്ട, അകത്ത് കോമൺ വരുന്നത് എപ്പോഴും 2/2 മൈനസ് 1. 2/2 മൈനസ് 1. ഇതിൽ നിന്ന് 2 കുറഞ്ഞിരിക്കുന്ന സംഭവമാണ് ഇപ്പുറത്തുള്ളതെങ്കിൽ കോമൺ എടുത്ത് ഈ ടൈം കോമൺ എടുക്കാം. കോമൺ എടുത്ത് കഴിയപ്പോൾ അകത്ത് വരുന്നത് എപ്പോഴും 2² - 1 എന്നായിരിക്കും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇനി എടുക്കാം. 2n മൈനസ് 2n-2 ഇതിനെ 96 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ. നമുക്ക് ഈ രണ്ടിടത്തുനിന്നും ഈ 2n ഇവിടെ 2n-2 ഇവിടെ എത്രയാണോ പവർ അതിനെ അപേക്ഷിച്ച് 2 കുറഞ്ഞ് നിൽക്കുക ഇത്. അപ്പോൾ ഇതേ പാറ്റേൺ പോണക്കൊരു സംഭവം. അപ്പോൾ ഇവിടെ ഉള്ള ടൈം നമുക്ക് കോമൺ എടുത്തൂടെ? 2n-2 നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 2n നിന്ന് അതിനകത്ത് 2 എണ്ണം കുറഞ്ഞ ടൈം പുറത്തെടുത്ത് പോയി. ഇപ്പോൾ 2 എണ്ണം അവിടെ അവശേഷിക്കത്തില്ലേ? മീൻസ് 2² അവിടെ അവശേഷിക്കത്തില്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ 2n-ന് 2n-2 2 എണ്ണം കുറച്ചാണ് നമ്മൾ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ 2 എണ്ണം അവിടെ കാണുവേ? മൈനസ്. ഇത് തന്നെ നമ്മൾ പുറത്തെടുത്ത് പോയി. അപ്പോൾ പിന്നെ എത്ര ഉണ്ട്? 1 ഉണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 96. അപ്പോൾ 2n-2 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ എത്ര? 4. 4 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 96. അപ്പോൾ 2n-2 ഇൻറ്റു ഇതിപ്പോൾ ഒരു സംഖ്യ ആക്കാൻ പോകും. അതുകൊണ്ടാണ് ഞാൻ ഈ ബ്രാക്കറ്റ് കളഞ്ഞത് കേട്ടോ. 4 നിന്ന് പോയ എത്ര? 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 96. ബാക്കി ഇത് തൽക്കാലം ഒന്ന് വായിച്ചോട്ടെ. ഇത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഈ 3നെ ഞാൻ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ എന്തോ കിട്ടും? 2n-2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 അപ്പുറത്ത് കൊണ്ടുപോയി ഇൻറ്റു ചെയ്തിട്ടേക്കുന്ന 3 അപ്പുറത്ത് കൊണ്ടുപോയി ഡിവൈഡ് ചെയ്യണം. 96/3. അപ്പോൾ 2n-2 ദാറ്റ് ഈസ് ഈക്വൽ ടു 96നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 9നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 3, 6നെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 2. ഓക്കെ. ഇവിടെ 2n-2 ആണ് 32. അപ്പോൾ ഈ 32നെ നമുക്കിനി 2ൻ്റെ പവറാക്കി എഴുതാൻ പറ്റും. 2/5 അല്ലേ 32? ആണല്ലോ. സംശയം ഉണ്ടെങ്കിൽ 32നെ ഒരു ഫാക്ടറൈസേഷൻ നടത്ത്. 2 ഉണ്ട് 16, വീണ്ടും 2 ഉണ്ട് 8, വീണ്ടും 2 ഉണ്ട് 4, വീണ്ടും 2 ഉണ്ട് 2. അപ്പോൾ 32 എന്ന് പറഞ്ഞാൽ 2ൻ്റെ എത്ര ടൈംസ് ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ 2n-2 ദാറ്റ് ഈസ് ഈക്വൽ ടു 32ന് പകരം 2/5. 2n-2 അതിന് ഈക്വലാണ് 2/5. അങ്ങനെയാണ് ഈ പവറിനെ തമ്മിൽ ഇക്വേറ്റ് ചെയ്തൂടെ? n-2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ n എത്ര ആയിരിക്കും? 5 + 2 -2 അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി. 7 എന്ന് കിട്ടി. n-ൻ്റെ വില 7. 8 അല്ല, 9 അല്ല, 6 അല്ല. മീൻസ് ഇവയൊന്നും അല്ല, 7 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. √1 + 3 + 5 + 7 എക്സെട്ര പ്ലസ് 101ൻ്റെ വില എന്ത് എന്നതാണ് ചോദ്യം. ഓക്കെ. ഇതിൻ്റെ റൂട്ടിനകത്ത് കിടക്കുന്നത് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. √1 + 3 + 5 അങ്ങനെ പോയി 101 വരെ. അതായത് ഒറ്റ സംഖ്യകളുടെ തുകയാണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ 3 ഒറ്റ സംഖ്യകളുടെ തുക 3ൻ്റെ സ്ക്വയർ 9 ആണ്. ഓക്കെ. ആദ്യത്തെ 3 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 1, 3, 5. ഓക്കെ. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 5, 3, 8, 1, 9. അത് 3ൻ്റെ സ്ക്വയർ ആണ്. ആദ്യത്തെ 4 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1, 3, 5, 7 കൂടെ കൂട്ടിയാൽ മതി. ആദ്യത്തെ 4 ഒറ്റ സംഖ്യകളുടെ തുക 4 ഒറ്റ സംഖ്യകളുടെ തുക 4ൻ്റെ സ്ക്വയറായ 16 ആണ്. ഒന്ന് കൂട്ടി നോക്കിയോ 16 കിട്ടുമെന്ന്. 7, 3, 10, 10, 5, 15, 1, 16 ആണ്. അപ്പോൾ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n² ആണ്. n എന്ന് പറഞ്ഞാൽ പദങ്ങളുടെ എണ്ണമാണ്. അപ്പോൾ 1, 2, 3 ഈ 5 എണ്ണം അപ്പോൾ 3 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്. 1, 2, 3, 4 7 വരെ ആകുമ്പോൾ 4 ഒറ്റ സംഖ്യകളാണ് ഉള്ളത്.
അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് 101 വരെ എത്ര ഒറ്റസംഖ്യ ഉണ്ടെന്ന് അറിയണം. നിങ്ങൾക്കറിയാമല്ലോ 101ൻ്റെ താഴെ 100 വരെ. 100 വരെ യഥാർത്ഥത്തിൽ എത്ര ഒറ്റസംഖ്യയുണ്ട്? 100 വരെ യഥാർത്ഥത്തിൽ 50 ഒറ്റസംഖ്യയല്ലേ ഉള്ളത്. പിന്നെ 50 ഇരട്ടസംഖ്യയും കൂടെ അല്ലേ ഉള്ളത്. 50 ഒറ്റസംഖ്യ, ഓഡ് നമ്പരും 50 ഇരട്ടസംഖ്യ, ഈവൻ നമ്പരും ഉള്ളത്. ഓക്കെ, 100 വരെ ആവുമ്പം 50 ഇരട്ടസംഖ്യ 50 ഒറ്റസംഖ്യ, അതാണ് കണക്ക്. അപ്പം 100 വരെ 50 ഒറ്റസംഖ്യ ഉണ്ട്. അപ്പോൾ 101 കൂടെ ചേരപ്പെടുക, 101 ഒരൊറ്റസംഖ്യ. അപ്പോൾ 101 വരെ 51 ഒറ്റസംഖ്യ കാണത്തില്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ 1 തൊട്ട് 101 വരെ 51 സംഖ്യകളുണ്ട്. മീൻസ് എന്നിൻ്റെ എണ്ണം 51 ആണ്. 1 തൊട്ട് 101 വരെ 51 സംഖ്യകളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നുവാണെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്തതിൻ്റെ പകുതി ആയിരിക്കും ഒറ്റസംഖ്യകളുടെ എണ്ണം കേട്ടോ. ഇത് ഈവൻ നമ്പർ അല്ലെങ്കിൽ അടുത്തതിൻ്റെ പകുതി എടുത്താൽ മതി. 101ൻ്റെ പകുതി 101ൻ്റെ പകുതി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല, പൂർണ്ണമായിട്ടും പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അടുത്തതിൻ്റെ പകുതി എടുത്താൽ മതി. 102ൻ്റെ പകുതി. 102ൻ്റെ പകുതി എത്ര? അതായിരിക്കും അവിടം വരെയുള്ള ഒറ്റസംഖ്യകളുടെ എണ്ണം. നിങ്ങൾ നോക്ക്, 5 വരെയുള്ള ഒറ്റസംഖ്യകളുടെ എണ്ണം 1 2 3 3 അല്ലേ. എന്നുവെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്തതിൻ്റെ പകുതിയാണ്. 5ൻ്റെ അടുത്തത് 6, അതിൻ്റെ പകുതി 3 ഉണ്ട്. 7 വരെ എത്ര ഒറ്റസംഖ്യ? 8ൻ്റെ പകുതി 4 1 2 3 4. ഓക്കെ, പറഞ്ഞതേ ഉള്ളൂ. അപ്പം 101 വരെ 51 ഒറ്റസംഖ്യകളുണ്ട്. അപ്പം അതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഇതിൻ്റെ എല്ലാം കൂടെ തുക എന്ന് പറഞ്ഞാൽ n², അതായത് 51ൻ്റെ സ്ക്വയർ അല്ലേ. n², 51 അതിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പം റൂട്ട് ഓഫ് 51ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? 51 അല്ലേ. റൂട്ട് സ്ക്വയർ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ റൂട്ട് ഓഫ് 51ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 51 അല്ലേ. റൂട്ട് ഓഫ് a² എന്ന് പറഞ്ഞാൽ a അല്ലേ. ഓക്കെ, റൂട്ടും സ്ക്വയറും കൂടെ കട്ട് ചെയ്ത് പോകും, ബാക്കി a കിട്ടും. അപ്പോൾ റൂട്ട് ഓഫ് 51ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 51. ഓപ്ഷനിൽ 51 ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഉത്തരമില്ലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഉത്തരം 51 ആണ്. ഉത്തരം 51 ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ വെറുതെ ഒരു കാര്യം പറയാം. ചുമ്മാ റൂട്ട് ഓഫ് 1 + 3 + 5 എക്സെട്ര 25. ഇത് ഒറ്റ സംഖ്യകളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതൊരു ചോദ്യമാണ്, വെറുതെ ഞാനങ്ങ് പറയുവാണ്. റൂട്ട് ഓഫ് 1 + 3 + 5 എക്സെട്ര 25 എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ആദ്യം 25 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് അറിയണം. അപ്പോൾ അത് കണ്ടെത്താൻ എളുപ്പമാണ്. തൊട്ടടുത്തതിൻ്റെ പകുതി എടുത്താൽ മതി. 25 കഴിഞ്ഞിട്ട് അടുത്തത് 26, അതിൻ്റെ പകുതി എടുത്താൽ മതി. 13 കാണും. ഓക്കെ, 13. ഇപ്പോൾ 25 വരെ യഥാർത്ഥത്തിൽ 13 ഇരട്ട സംഖ്യകൾ കാണും. 13. അപ്പം 13 തുക റൂട്ട് ഓഫ് 13ൻ്റെ സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയർ റൂട്ടിലൂടെ കട്ട് ചെയ്ത് 13 കിട്ടും ഉത്തരം. മനസ്സിലായോ? ഒന്നുകൂടെ പറയട്ടെ. റൂട്ട് ഓഫ് 1 + 3 + 5 എക്സെട്ര 49. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 1 തൊട്ട് 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ടത് 49 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് നോക്കണം. അപ്പോൾ 49ൻ്റെ പകുതി എടുക്കാവോ? ചിലപ്പോൾ അടുത്തതിൻ്റെ പകുതി 50ൻ്റെ പകുതി 25 കാണും. 25. അപ്പം 25 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 25ൻ്റെ സ്ക്വയറാണ്, പക്ഷേ റൂട്ടും കൂടെ ഉണ്ട്. അപ്പോൾ റൂട്ട് ഓഫ് 25ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 കിട്ടും ഉത്തരം. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷനിൽ ഇല്ലായിരുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നതിൽ എന്ന പ്രസ്താവനയിൽ ശരിയേത്? നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തെ പ്രസ്താവന ഒന്ന് വായിക്കാം. 1 മുതൽ 100 വരെ ആകെ 26 അഭാജ്യ സംഖ്യകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1 മുതൽ 100 വരെ 26 അഭാജ്യ സംഖ്യകളാണ് ഉള്ളത്. അല്ലല്ലോ, 25ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അറിയത്തില്ല, അത് ഉറപ്പായിട്ടും പഠിക്കണം കേട്ടോ. 1 മുതൽ 100 വരെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. 1 തൊട്ട് 50 വരെയോ 15. 50 തൊട്ട് 100 വരെയോ 10 കേട്ടോ. പഠിച്ചു വച്ചേക്കുക. അപ്പോൾ ഫസ്റ്റ് വാചകം തെറ്റാണ്. കാരണം 1 തൊട്ട് 100 വരെ മൊത്തം 25 അഭാജ്യ സംഖ്യകളാണ് മൊത്തത്തിൽ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ വാചകം ഒന്ന് ആലോചിച്ച് നോക്ക്. 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. 2 ശരിയാണ്. 2. അപ്പോൾ 2 ശരിയുള്ള ഓപ്ഷൻ ബിയും സിയും മാത്രമേ ഉള്ളൂ. അപ്പം ബിയും സിയും അത് ഒരെണ്ണേ ഉള്ളായിരുന്നു, അത് കറുപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ 2 ശരിയുള്ള ഒറ്റ ഓപ്ഷനേ അല്ല, 2 ഓപ്ഷനുണ്ട്. അപ്പോൾ വീണ്ടും നമ്മൾ ബാക്കി താഴോട്ടുള്ളതൊന്ന് ചുമ്മാ നോക്കേണ്ടി വരും. ഒന്ന് നോക്കിയാലോ. ഇത് ഓക്കെ ആണല്ലോ, ഇത് എഴുതി വെച്ച്. ഇനി നമ്മുടെ മൂന്നാമത്തെ വാചകം
അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ പോലും ഇല്ല. അഭാജ്യ സംഖ്യ എവിടെ നിന്ന് ആരംഭിക്കും? 2 തൊട്ടിട്ട് തുടങ്ങും. 2 ആൾറെഡി അഭാജ്യ സംഖ്യ ആണ്, അതൊരു ഇരട്ട സംഖ്യയുമാണ്. അപ്പോൾ അത് തെറ്റി. പിന്നെ 2, അത് കഴിഞ്ഞിട്ട് 3, 5, 7, 11, 13 ഇങ്ങനെ പോകും അഭാജ്യ സംഖ്യകൾ. നിങ്ങൾ ആലോചിക്കണം, എന്തു അഭാജ്യ സംഖ്യ? മറ്റ് സംഖ്യകൾ കൊണ്ടൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയരുത്. ഇപ്പോൾ ഈ 11നെ വേറെ ഏതെങ്കിലും സംഖ്യകൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. 7നെ പറ്റുമോ? പക്ഷേ ഞാൻ 7നും 11നും ഇടയ്ക്കുള്ള 8, 9, 10 ഇതൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾ നോക്ക്. 8നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 9നെ എനിക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 10നെ എനിക്ക് 2 കൊണ്ടോ 5 കൊണ്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ പറ്റുമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അഭാജ്യ സംഖ്യകളല്ല. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെ പോകും. പക്ഷേ ഈ 2 അല്ലാതെ വേറൊരു ഇരട്ടസംഖ്യ ഇനി ഇതിനകത്ത് വരത്തില്ല. കാര്യം എന്ത്? വേറെ ഇനി ഏത് ഇരട്ടസംഖ്യ വന്നാലും അതിനെ 2 കൊണ്ട് പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ 2നെ മറ്റേതെങ്കിലും കൊണ്ട് പറ്റണം, ആ സംഖ്യ കൊണ്ടല്ല, വേറെ എന്തെങ്കിലും കൊണ്ട് പറ്റണം, എന്നാലേ അത് അഭാജ്യ സംഖ്യ ആവും. പക്ഷെ 2നെ ആരെയും കൊണ്ട് പറ്റും? ആരെയും കൊണ്ടും പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ സംഖ്യ പെടുന്നില്ല കേട്ടോ. എല്ലാ ലോകത്തുള്ള ഏത് സംഖ്യ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3നെ 3 കൊണ്ട് പറ്റും, 5നെ 5 കൊണ്ട് പറ്റും, 7നെ 7 കൊണ്ട് പറ്റും. പക്ഷെ വേറെ എന്തെങ്കിലും കൊണ്ട് പറ്റണം. 9നെ 9 കൊണ്ട് പറ്റും, പക്ഷെ 3 കൊണ്ട് പറ്റും, വേറൊരു സാധനം 3. അപ്പോൾ അത് അഭാജ്യ സംഖ്യയല്ല. ഇതിനെയാണെങ്കിൽ 1 കൊണ്ട് പറ്റത്തില്ല, അപ്പോൾ അഭാജ്യ സംഖ്യയാണ്. അപ്പോൾ ഒരു ഇരട്ടസംഖ്യ ഉണ്ട്, അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ടസംഖ്യ ഉണ്ട്. 4ാമത്തെ വാചകം ശരിയാണ്. അപ്പോൾ 2, 4 ശരിയാവുന്ന ഓപ്ഷൻ ഏത്? ഓപ്ഷൻ സി അല്ലേ? ഓപ്ഷൻ സി, 2ഉം 4ഉം ശരി. ഓക്കെ, കുഞ്ഞു ക്വസ്റ്റ്യൻ ആയിരുന്നു, വലിയ ചോദ്യമാണെന്നേ ഉള്ളൂ. കുഞ്ഞു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ 3, 9, 15 സമാന്തര ശ്രേണിയാണ്. എന്ന ശ്രേണിയിലെ ആദ്യ 30 പദങ്ങളുടെ തുക, ആദ്യത്തെ 30 പദങ്ങളുടെ തുക. ഓക്കെ, അതിനടുത്ത 30 പദങ്ങളുടെ തുകയിൽ നിന്ന് കുറച്ചാൽ എന്ത് ലഭിക്കും? എന്ന് വെച്ചാൽ അതിനടുത്ത 30 പദങ്ങളുടെ തുകയിൽ നിന്ന് ആദ്യത്തെ 30 പദങ്ങളുടെ തുക കുറച്ചാൽ എന്ത് ലഭിക്കുമെന്നാണ് ചോദ്യം. എന്ന് വെച്ചാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ 3, 9, 15 എന്ന എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക അതിനേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 30 പദങ്ങളുടെ തുക? മീൻസ് തമ്മിലുള്ള വ്യത്യാസമാണ് ചോദ്യം. അപ്പോൾ അങ്ങനെയുള്ളത് കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു എളുപ്പവഴിയുണ്ട്. 3, 9, 15 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യ 30 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 30 പദങ്ങളുടെ തുക? മീൻസ് 30 പദങ്ങളുടെ തുകയും അടുത്ത 30 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഒറ്റയടിക്ക് കണ്ടെത്താം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മാത്രം മതി. n²d. ഓക്കെ, n²d. n എന്ന് പറഞ്ഞാൽ ഈ 30 പദങ്ങൾ എന്ന് പറയുന്ന 30 അപ്പോൾ 30 അതിൻ്റെ സ്ക്വയർ ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ ഇതൊരു സമാന്തര ശ്രേണിയാണ്, ആ ഡിഫറൻസ് ആണ്. 6 വെച്ച് കൂടിക്കൊണ്ടിരിക്കുമല്ലേ? 6. 30ൻ്റെ സ്ക്വയർ 900 ഇൻറ്റു 6, 96, 54, 5400. ഇതാണ് ഉത്തരം, 5400. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. ഒരു 0 കൂടിപ്പോയി എല്ലാത്തിനകത്ത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരമില്ലായിരുന്നു. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എത്രയാണ്? 5400. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചുമ്മാ ഒരു കാര്യം പറഞ്ഞോട്ടെ. 4, 7, 10 എക്സെട്ര എന്ന ശ്രേണിയുടെ ആദ്യ 20 പദങ്ങളുടെ തുകയേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 പദങ്ങളുടെ തുക? ഇത് കണ്ടെത്താൻ നിങ്ങൾ n²d ഉപയോഗിച്ചാൽ മതി കേട്ടോ. n²d. n എന്ന് പറഞ്ഞാൽ 4, 7, 10 എക്സെട്ര എന്ന ശ്രേണിയിലെ അത് 20 പദങ്ങളുടെ തുക അതിനേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 20 പദങ്ങളുടെ തുക? അപ്പോൾ n എന്ന് പറയുന്നത് 20 ആണ്. 20ൻ്റെ സ്ക്വയർ ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കൂടിക്കൊണ്ടിരിക്കുന്നത്? 3. 20ൻ്റെ സ്ക്വയർ 400 ഇൻറ്റു 3, 1200. ജസ്റ്റ് ഒരു ചോദ്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, ഇതിനൊന്ന് സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. തുടർച്ചയായ 5 ഒറ്റസംഖ്യകളാണ് എ, ബി, സി, ഡി, ഇ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതായിരിക്കും ഇവയുടെ ശരാശരി എന്ന ചോദ്യം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എ, ബി, സി, ഡി, ഇ ഇത് ഒറ്റ സംഖ്യകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഇരട്ട സംഖ്യകളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗുണിതമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണി ആയിക്കൊള്ളട്ടെ. അപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും സംഖ്യകൾ കൂടിയോ കുറഞ്ഞോ പൊയ്ക്കൊണ്ടിരിക്കുന്ന ശ്രേണികളുടെ എല്ലാം ശരാശരി ഉറപ്പായിട്ടും നടുക്ക് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര എണ്ണത്തിൽ നടുക്ക് നിൽക്കുന്ന ആളല്ലേ സി എന്ന് വെച്ചാൽ സി ശരാശരിയാണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷനിൽ സി ഉണ്ട്. ഓക്കെ, തീർന്നില്ല. ഈ എയും ഇയും കൂടെ കൂട്ടിയിട്ട് ആദ്യത്തതും അവസാനത്തതും കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതും ഇതിൻ്റെ ശരാശരിയാണ്. അതായത് ഒറ്റസംഖ്യകളുടെ തുടർച്ചയായ കുറേ ഒറ്റസംഖ്യകൾ ഇതിൻ്റെ ശരാശരി കണ്ടെത്താൻ നിങ്ങൾ ആദ്യത്തതും അവസാനത്തോടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അപ്പോൾ ഇതും ശരാശരിയാണ്. അപ്പോൾ ഇത് ശരാശരിയാണ് ഓപ്ഷൻ സി.
അതാണ്ട് A+E/2 ഇത് ശരാശരിയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇവിടെ നിന്ന് നിങ്ങൾ രണ്ടാമത്തതാണ് ചൂസ് ചെയ്യുന്നതെന്ന് വെച്ചോ ബി. അപ്പം ലാസ്റ്റിൽ നിന്ന് രണ്ടാമത്തത് എടുക്കുന്നത് ബിയും ഡിയും കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താലും ഈ സംഖ്യകളുടെയൊക്കെ ശരാശരി തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തില്ല. പക്ഷേ ഇതും ശരാശരിയാണ്, ഇതും ശരാശരിയാണ്. ഇത് പിന്നെ ശരാശരി അല്ലേ? ആലോചിച്ച് നോക്ക്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ശരാശരി തന്നെ അല്ലേ? എയും ബിയും സിയും ഡിയും ഇയും കൂടെ കൂട്ടുക, ആ എണ്ണം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഉറപ്പായിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ശരാശരിയാണ്. ഇതും ശരാശരിയാണ്. എന്ന് വെച്ചാൽ 3ഉം ശരിയാണെന്നർത്ഥം. അപ്പോൾ നിങ്ങൾ കറുപ്പിക്കേണ്ട ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇതും ശരാശരിയാണ്, ഇതും ശരാശരിയാണ്, ഇതും ശരാശരി തന്നെയാണ്. എന്ന് വെച്ചാൽ ഉത്തരം ഓപ്ഷൻ ഡി. ഓക്കെ, 250 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ 50 കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ്. രണ്ടും പരസ്പരം കടന്നു പോകാൻ എടുക്കുന്ന സമയം. ശ്രദ്ധിക്കുക, ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ ട്രെയിൻ ഡിസ്റ്റൻസും കണ്ടെത്തണം, സ്പീഡും കണ്ടെത്തണം, ടൈമും കണ്ടെത്തണം. അത്രയേ ഉള്ളൂ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 ട്രെയിൻ പരസ്പരം കടന്നു പോവുക. അപ്പോൾ 2 ട്രെയിൻ പരസ്പരം കടന്നു പോകണമെങ്കിൽ അതിന് കുറേ ദൂരം സഞ്ചരിക്കേണ്ടി വരുമല്ലോ. ആ ദൂരം എന്ന് പറയുന്നത് അതിൻ്റെ രണ്ടിൻ്റെ നീളങ്ങളുടെ തുകയാണ്. അപ്പം ഒരു ട്രെയിനിൻ്റെ നീളം 250 ആണ്, അടുത്ത ട്രെയിനിൻ്റെ നീളം 320 ആണ്. ഇത് വേഗതാ സമയം ദൂരത്തിലെ ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ DSും D എഴുതി വെക്കുന്നത്. അപ്പോൾ 250 320 കൂട്ടുക 570 എന്ന് കിട്ടും. അപ്പോൾ 570 മീറ്റർ നീളമുണ്ട് നമ്മുടെ ഡിസ്റ്റൻസ്. നീളം സഞ്ചരിക്കേണ്ടി വരും ഇത് രണ്ടും പരസ്പരം കടന്നു പോകാൻ. പിന്നുള്ളത് വേഗതയാണ്, എസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ശ്രദ്ധിക്കുക. 2 തീവണ്ടികൾ പരസ്പരം കടന്നു പോകണമെങ്കിൽ അവിടെ ആക്ച്വലി അനുഭവപ്പെടുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഈ 2 ട്രെയിനിൻ്റെ വേഗതകളുടെ തുകയോ ഡിഫറൻസോ ആയിരിക്കും. ഓക്കെ, ചില സന്ദർഭത്തിൽ 2 ട്രെയിൻ പരസ്പരം കടന്നു പോകണം, അങ്ങനെ അത് കൂട്ടും, ചില സന്ദർഭത്തിൽ കുറയ്ക്കും. അപ്പോൾ മറ്റൊരു ചോദ്യം, എപ്പോൾ കൂട്ടണം എപ്പോൾ കുറയ്ക്കണം? 2 വേഗതകൾ നിങ്ങൾ കൂട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അത് സഞ്ചരിക്കുന്ന ദിശ നോക്കിയാണ് അത് നമ്മൾ ചെയ്യുന്നത്. 2 ട്രെയിനും എതിർദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 2ൻ്റെയും കൂടെ വേഗത ആഡ് ചെയ്യുന്നതായിരിക്കും യഥാർത്ഥത്തിൽ എസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 2 ട്രെയിനും എതിർദിശയിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ 2 കൂടെ കൂട്ടുക, ഒരേ ദിശയാണെങ്കിൽ കുറയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഒരേ ദിശയായിരുന്നെങ്കിൽ 60 50 കൂടെ കുറച്ച് 10 ആയിരിക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ 60 50 കൂടെ കൂട്ടിയാൽ 110 എന്ന് കിട്ടും. 110 കിലോമീറ്റർ പെർ അവറാണേ, കിലോമീറ്റർ പെർ അവർ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കേണ്ടി വരും, കാരണം ഇവിടെ മീറ്ററാണ്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഓക്കെ, കിലോമീറ്റർ പെർ അവർ വേഗതയുള്ള സ്പീഡിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ എന്ത് ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ഇതിനകത്തോട്ട് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്ര സമയം കൊണ്ട് ഇത് പരസ്പരം കടന്നു പോകും എന്നുള്ളത് കിട്ടും. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര? 570. സ്പീഡ് എത്ര? 110 ഇൻറ്റു 5/18. ഈ 5/18 ഫ്രാക്ഷൻ ആണല്ലോ, അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് വരെ തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്തെ ഈ 18 അങ്ങ് മുകളിൽ പോകും കേട്ടോ. അപ്പോൾ 570 ഇൻറ്റു 18 ബൈ 110 ഇൻറ്റു 5. 0 0 കൂടെ കട്ട് ചെയ്യും. വേറെ വല്ല ഓപ്ഷനും ഉണ്ടോ കട്ട് ചെയ്യാൻ? ഇല്ല. അപ്പോൾ പിന്നെ നമ്മുടെ ജോലി 57നെ 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. മുകൾ ഭാഗം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. 8 56 5 8 5 40 5 45 1 7 1 5 6 12 10 1026. ബാക്കി ഇങ്ങോട്ടങ്ങ് എഴുതട്ടെ. അപ്പോൾ 1026 എന്ന് കിട്ടുന്നു. ബൈ എത്ര ഉണ്ട്? 11 ഇൻറ്റു 5 55. 1026നെ 55 കൊണ്ട് ഡിവൈഡ് ഇപ്പോൾ ഉത്തരം. ഒന്ന് ഡിവൈഡ് ചെയ്താലോ? 1026 ഡിവൈഡഡ് ബൈ 55. 102 155 അടങ്ങും. 2 എണ്ണം 110 ആയി പോകും. 12 5 7. ഇവിടെ 0 ആയിരുന്നു, ഒരെണ്ണം അങ്ങ് അപ്പുറത്ത് പോയി. 9 5 4 47 6. 476ൽ 55 എത്ര വട്ടം? 8 വട്ടമാണോ നോക്കാം. 55 ഇൻറ്റു 8 8 5 44 8 5 40 4 44 8. അപ്പം 440 6 3 36. പോയിൻ്റ് ഇടണം 0. 36 55 എത്ര വട്ടം? നിങ്ങൾ നോക്കുക. 18 പോയിൻറ്റ് ടൈം നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 18 പോയിൻ്റ് എന്ന് വന്നേക്കുന്ന 2 ഓപ്ഷനുണ്ട്. അപ്പോൾ എ എന്തായാലും ഉത്തരമല്ല, ബി ഉത്തരമല്ല. ഇതാണോ? 18 എന്തായാലും ഇനി പോയിൻറ്റിന് ശേഷം 1 ആണോ 6 ആണോ നോക്കിയാൽ മതി. 360 എന്തായാലും 55 ഒരു വട്ടമല്ലല്ലോ, 6 വട്ടം അടങ്ങുമായിരിക്കും. 6 5 30 330. ഓക്കെ, ബാക്കി നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. 18.6 ഉത്തരം. അപ്പോൾ ഓപ്ഷൻ ഡി ഉത്തരം.
ക്ലിയർ അല്ലേ? അടുത്തത് 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 ഈക്വൽ ടു 4k ആയാൽ കെയുടെ വില. നിങ്ങൾ ആലോചിച്ചവർക്ക് 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 പ്ലസ് 4/88 ദാറ്റ് ഈസ് ഇക്വൽ ടു 4k. അപ്പോൾ 4/88 അതാണ്ട് 4 ടൈംസ് ആഡ് ചെയ്തേക്കുക. 4 ടൈംസ് 1 2 3 4. അപ്പോൾ ഒരു സംഖ്യ 4 വട്ടം ആഡ് ചെയ്യുന്നതിന് വരെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഒന്ന് ചിന്തിച്ച് നോക്കുക. 6 അധികം 6 അധികം 6 അധികം 6. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. 6 6 12 6 18 6 24 മീൻസ് 6 4 വട്ടം ആഡ് ചെയ്യുന്നതിന് പകരം അതിനെ ഒരു 6നെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 4 × 6 24. അതല്ലേ എൻ്റെ ആൻസർ. അപ്പോൾ ഈ ടൈം 4 വട്ടം ആഡ് ചെയ്യുന്നതിന് പകരം അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 4/88 4 × 4/88 അതാണ് യഥാർത്ഥത്തിൽ 4k. ക്ലിയർ അല്ലേ? ഇവിടെ 4ൻ്റെ പവറായിട്ട് ഏത് സംഖ്യയുടെയും പവറായിട്ട് നമുക്ക് 1 കൊടുക്കാം. 4/1 × 4/88 നിങ്ങൾക്കറിയാമോ? a/m × a/n എന്ന് പറഞ്ഞാൽ a പവർ തമ്മിൽ കൂട്ടി അങ്ങോട്ട് വെച്ചാൽ മതി. ഓക്കെ. അപ്പം 4/1 × 4/88 എന്ന് പറഞ്ഞാൽ 4/1 88 കൂടെ കൂട്ടി വെച്ചാൽ മതി. 89 ദാറ്റ് ഈസ് ഇക്വൽ ടു 4k. 4/89 ഈക്വല 4k. അപ്പോൾ കെയുടെ വില പവർ തമ്മിൽ ഏക്കലാവത്തില്ലേ? k 89 എന്ന് ഇട്ട്. അപ്പോൾ ഓപ്ഷൻ എ. ഒറ്റയാനാര്? ഒറ്റയാൻ. താഴെ തന്നേക്കുന്ന 4 ഓപ്ഷനിൽ ഒറ്റയാനായിരുന്ന ചോദ്യം. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓരോ ഓപ്ഷനകത്ത് നടുക്കുള്ള കഥാപാത്രത്തെ നിങ്ങൾ നോക്കുക. 4, 36, 16, 25 ഇതെല്ലാം ഒരു സ്ക്വയർ നമ്പറാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ 9, 7 തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് എടുക്കുക. 9ഉം 7ഉം തമ്മിലുള്ള ഡിഫറൻസ് 2. ആ 2ൻ്റെ സ്ക്വയർ എടുക്കപ്പോൾ ഈ 4 കിട്ടും. ശരിയല്ലേ? ഈ ഓപ്ഷൻ നോക്ക്. 13, 7 തമ്മിലുള്ള ഡിഫറൻസ് എടുക്ക്. 6. 6ൻ്റെ സ്ക്വയർ അല്ലേ ഈ 36. ഈ 11, 7 തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് എടുത്ത് നോക്ക്. 4 അല്ലേ? 11 ൽ 7 പോയാൽ 4 അല്ലേ ഡിഫറൻസ്? അതിൻ്റെ സ്ക്വയർ അല്ലേ ഈ 16. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളൊന്ന് എടുത്ത് നോക്ക്. 9, 5 തമ്മിലുള്ള ഡിഫറൻസ് 4. 4ൻ്റെ സ്ക്വയർ ആണോ ഈ 25? അല്ലല്ലോ. അപ്പോൾ ഇതിന് 3ന് ഒരേ പാറ്റേണും അതിൽ നിന്ന് വിഭിന്നമായിട്ട് നിൽക്കുന്ന ആളല്ലേ ഇത്. അപ്പോൾ നമ്മുടെ ഒറ്റയാനാരെന്ന് വെച്ചാൽ ആരായിരിക്കും? ഓപ്ഷൻ സി. ഓക്കെ. ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എന്ന് വെച്ചാൽ ഒരു ക്ലോക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കണ്ണാടി വെക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രതിബിംബം ഈ കണ്ണാടി വരും. പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകും എന്നതാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ആ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ക്ലോക്കിൽ ഒരു ദിവസം മണിക്കൂർ അല്ല ഒരു ദിവസം ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയം എത്ര തവണ തുല്യമാവും? നിങ്ങൾ ആലോചിക്കണം. 12 AM ഇതിനകത്ത് ക്ലോക്കിൽ കാണുന്നതും അത് കണ്ണാടി കാണുമ്പോൾ കണ്ണാടി നോക്കുന്ന സമയം സെയിം ആയിരിക്കും. 12 AM നമുക്ക് ആലോചിച്ചാൽ തന്നെ കാണാൻ പറ്റും. അപ്പം 12 AM ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 12 PM കാണും. ഇവിടെയും സെയിം ആയിരിക്കും. പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളത് 6 മണിയാണ്. 6 AM രാവിലെ 6 മണി, രാത്രി 6 മണി, വൈകിട്ട് 6 മണി, 6 PM. അങ്ങനെ ഈ 4 സമയങ്ങളിൽ മാത്രമാണ് ക്ലോക്കിലെ സമയവും അതിൻ്റെ പ്രതിബിംബത്തിലെ സമയവും തുല്യമായി നിലനിൽക്കുന്നത്. വേറെ ഒരു സ്ഥലത്തും ഇല്ല. ഓക്കെ. 4 തവണ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. 10ാമത്തെ ചോദ്യം. ബോട്ട്മാസ് റൂൾ മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം പ്ലസിനെയും പ്ലസ് ചിഹ്നം ഡിവിഷനെയും മൈനസ് ചിഹ്നം മൾട്ടിപ്ലിക്കേഷനെയും ഡിവിഷൻ ചിഹ്നം മൈനസിനെയും സൂചിപ്പിച്ചാൽ താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? നമുക്ക് ഓരോ ഓപ്ഷനും എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം 6 ചുമ്മാ നോക്കാം. ഓപ്ഷൻ എടുത്ത് ചെയ്യേണ്ട ചോദ്യമല്ല. ഓപ്ഷൻ സി ഫസ്റ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം ഡി ചെയ്യണം. പിന്നെ എയും ബിയും അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവർക്ക് ഈ ചോദ്യകർത്താവിന് അറിയാമല്ലോ ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ പൊതുവേ ഈ ഓപ്ഷൻ എയിലൊക്കെ ഇടാതിരിക്കാൻ ചിലപ്പോൾ അദ്ദേഹം ചിന്തിച്ചേക്കാം. ചിലപ്പം ഓക്കെ ചിലപ്പോഴാണ് അങ്ങനെ ചിന്തിക്കാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഓപ്ഷൻ എയിലും ഇടാം. സാഹചര്യമാണ്. എന്നാലും കൂടുതലും താഴോട്ടായിരിക്കും ഉത്തരത്തിനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് സി വെച്ച് തുടങ്ങുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ പറയുവാണ്. നമുക്കിവിടെ ആദ്യം തൊട്ടേ നോക്കി പോവാം. 6 ഈ മൾട്ടിപ്ലിക്കേഷനെ എന്തോ പറയുന്നത്? പ്ലസ് ആണ്. അപ്പോൾ ആ പ്ലസ്. 4 മൈനസിനെ എന്തോ പറയുന്നത്? മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം പ്ലസ് ചിഹ്നമാണ് ഡിവിഷൻ. മൈനസ് ചിഹ്നം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മൈനസ് ചിഹ്നം എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. 5 പ്ലസ്
പ്ലസ് ചിഹ്നം എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഡിവൈഡഡ് ബൈ 2. പിന്നെ ഡിവിഷൻ ചിഹ്നം എന്ന് പറഞ്ഞാൽ -1. ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ബോട്ട് മാസ് അനുസരിച്ച് റൂള് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണമില്ല, ഓഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അത് രണ്ടും ഇല്ലെങ്കിൽ ഇവിടം വെച്ച് നോക്കണം. മിക്കപ്പോഴും DU M AU S ഇതായിരിക്കും കാണുന്നത്. ഡിവിഷൻ അത് ചെയ്യണം. 5 ഡിവൈഡ് ബൈ 2. നിങ്ങൾക്ക് 5നെ 2 കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഒരു മൾട്ടിപ്ലിക്കേഷനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. എന്ന് വെച്ചാൽ ഇത്രയും നിങ്ങൾ ഒന്നിച്ച് അങ്ങ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 5 × 4 20. 20 ബൈ 2 എത്ര? 10. കറക്റ്റല്ലേ? 5 × 4 20. 20 ഡിവൈഡ് ബൈ 2 എത്ര? 10. ഇത് ആദ്യം ചെയ്യണം, ഡിവിഷൻ തന്നെ ഫസ്റ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾക്കത് പറ്റത്തില്ല എങ്കിൽ ഇപ്പുറത്തോട്ടൊന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ മാത്രം നിങ്ങളിത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ 2 ഡിവൈഡ് ചെയ്തു. ഓക്കെ. ഇനി പ്ലസ് ആണെങ്കിൽ നിങ്ങൾ 5 ബൈ 2 2.5 എന്നൊക്കെ എഴുതി തന്നെ പോകണം കേട്ടോ. 5 ബൈ 2 2.5 ആണ്. 2.5 × 4 ആണ് യഥാർത്ഥത്തിൽ 10 വരുന്ന യഥാർത്ഥത്തിൽ കേട്ടോ. അപ്പം 4 × 5 20. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പൂർണ്ണമായിട്ട് പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ തൊട്ടിപ്പുറത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങളിത് ഓർഡറിൽ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങ് പോകാം. 4 × 5 20. 20 ബൈ 2 എത്ര? 10. ഇവിടെ പ്ലസ് ആയിരുന്നത് നടക്കത്തില്ലേ. 4ഉം 5ഉം കൂടെ ആഡ് ചെയ്തിട്ട് ഇത് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് നടക്കത്തില്ല. മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രമുള്ള ഗുണമാണ്. അപ്പോൾ 4 × 5 20. 20 ബൈ 2 10. ഇനിയുള്ളത് നോക്ക്. 6 + 10 16. 16ൽ നിന്ന് 1 പോയാൽ എത്ര? 15. ഇത് ശരിയാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ഉത്തരവല്ല. അതെന്ത് ഉത്തരവല്ലാത്ത? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റേതെന്നാ ചോദ്യം. ഇത് ആൾറെഡി ശരിയാണ്. അപ്പോൾ പിന്നെ ഓപ്ഷൻ നമുക്ക് കറുപ്പിക്കാൻ പറ്റത്തില്ല. ആ ഓപ്ഷൻ തെറ്റാണ്. ശരിയായതുകൊണ്ട് തെറ്റാണ്. ഓക്കെ. അടുത്തത് നമുക്കൊന്ന് നോക്കാം. 5. ഈ സിമ്പലെല്ലാം നമ്മുടെ ചോദ്യം സെയിം ആണ് കേട്ടോ. സെയിം ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെയുള്ള സിമ്പൽ മാത്രം താഴോട്ട് ഇട്ട് പോയാൽ മതി. കാരണം ഇതിനെ നമ്മൾ ശരിയാക്കി വെച്ചേക്കുമല്ലേ ഇത്. അപ്പോൾ 5 മൾട്ടിപ്ലിക്കേഷൻ അവർ പ്ലസ്സാണ് പറഞ്ഞേക്കുന്നത്. 4 പിന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ, 5 പിന്നെ ഈ ഡിവിഷൻ, 2 പിന്നെ ഈ -1. സംഭവം മനസ്സിലായോ? ഈ സിമ്പിളെല്ലാം നമ്മൾ മാറ്റിയതാ. മെണ്ടേ കാണുന്ന സിമ്പിൾ തന്നെ താഴെ കിടക്കുന്നത്. അപ്പോൾ ഇതിനെ മാറ്റി എഴുതി കഴിയുമ്പോൾ ഇവിടുത്തെ സിമ്പിൾ സെയിം ആവും. ഇവിടെ സിമ്പിൾ മെണ്ടയിലും താഴെ സെയിം ആണ്, ഇവിടെ സെയിം ആവണ്ടേ. പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ -. 5 4 5 2 1. ഓക്കെ. ഇനി നിങ്ങൾ നോക്കുക. 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പുറത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണോ എന്ന് നോക്കുക. ആണ്. അങ്ങനെയാണ് ഇത്ര ഒറ്റയടിക്കാൻ കാൽക്കുലേറ്റ് ചെയ്യുക. 4 × 5 20. 20 ബൈ 2 എത്ര? 10. 5 + 10 15 -1 എത്ര? 5 + 10 15 -1 എത്ര? 14. ഇതും ശരി തന്നെയാണ്. അപ്പോൾ ഇത് കറുപ്പിക്കാൻ നമുക്ക് പാടുണ്ടോ? ഇല്ല. കാരണം തെറ്റ് കിട്ടണം നമുക്ക്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ 6 4 5 2 2. സിമ്പൽ മേളത്തെ സിമ്പലെല്ലാം കിട്ടും. പ്ലസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ -. 5 ബൈ 2 നടക്കുമോ? ഇല്ല. അപ്പോൾ ഇത്രയും ചേർത്തെടുക്കുന്നു. എന്തുകൊണ്ട്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് മാത്രം. 4 × 5 20. 20 ബൈ 2 എത്ര? 10. അപ്പോൾ 6 + 10 16. 16ൽ നിന്ന് 2 പോയാൽ 14. ആ 14ആണല്ലോ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ ഉത്തരം ശരിയാണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് കിട്ടും. പക്ഷേ സി അല്ല കറുപ്പിക്കേണ്ടത്. ഇത് 3 അല്ലെങ്കിൽ പിന്നെ ഒറ്റ കാര്യം മുമ്പിലുള്ള ഓപ്ഷൻ ഡി നിങ്ങൾക്ക് കറുപ്പിക്കാവുന്നതാണ്. നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. 6 4 5 2 3 പ്ലസ് മൾട്ടിപ്ലിക്കേഷനെ ഡിവിഷനെ -. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കുക. 5നെ 2 കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഇത്രയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 4 5 20 ബൈ 2 10. 6 + 10 16. 16ൽ നിന്ന് 3 പോയാൽ 13. പക്ഷെ ഇവിടെ 12 കിടക്കുന്നു. അപ്പം ഈ വാചകം തെറ്റല്ലേ? അപ്പോൾ അതല്ലേ നമ്മുടെ ഉത്തരം. കാരണം തെറ്റാണ് നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇത്രയേ ഉള്ളൂ. നല്ല ദിവസമായിരുന്നു. വീണ്ടും